4 and 4 1. I don't think so. Steady on! Eastern section of Trongkut. കാട്ടാനകളുടെ ഉപദ്രവം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം. ആനച്ചൂരും മനുഷ്യരക്തവും കൂടിക്കലർന്ന് മരണത്തിന്റെ ഗന്ധമുള്ള ചില കണക്കുകൾ ഞാൻ പറയാം. അതിനു മുമ്പ് ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് കണ്ടന്റ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. 2019 ജൂലൈ മുതൽ 2024 ജൂലൈ വരെയുള്ള 5 വർഷത്തെ മാത്രം കണക്കുകൾ എടുത്താൽ ഇന്ത്യയിൽ ആകമാനം 2853 മനുഷ്യരാണ് ആനകളുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ കേരളം വരുന്നത് 8ാം സ്ഥാനത്ത് മാത്രമാണ്. ഒഡീഷ 624, ജാർഖണ്ഡ് 474, വെസ്റ്റ് ബംഗാൾ 436, ആസാം 383, ഛത്തീസ്ഗഡ് 303, തമിഴ്നാട് 256, കർണാടക 160. 8ാമതായി നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം 124 പേരുടെ ജീവനാണ് ആനകൾ കവർന്നിരിക്കുന്നത്. ഏകദേശം ഇതേ കാലയളവിലായിട്ട് 528ഓളം ആനകൾ ഇലക്ട്രിക്യൂഷനും ട്രെയിൻ ആക്സിഡന്റ്സും പിന്നെ പോയിസണിങ്ങും കാരണം മരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും കണക്കുകൾ പറയുന്നു. ഇത്രയും ഭയാനകരമായിട്ടുള്ള വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിന്റെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല സൊല്യൂഷൻസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും വേണ്ട രീതിയിലുള്ള ഫലം കാണുന്നില്ല എന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ. ഒരു ശരാശരി കണക്കെടുത്താൽ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ കാട്ടാന ഒരു ദിവസം 150 മുതൽ 250 കിലോഗ്രാം വരെ ഭക്ഷണവും 212 ലിറ്റർ വെള്ളവും അകത്താകുമത്രേ. കാടിനകത്ത് മതിയായ രീതിയിലുള്ള ഭക്ഷണവും വെള്ളവും ഇല്ലാത്തത് കൊണ്ടാണ് അധികം ആനകളും കൃഷിയിടങ്ങളിലേക്കും നാട്ടിലേക്കും ഇറങ്ങുന്നത്. എന്നാൽ ഇത് തടയാൻ വേണ്ടിയിട്ട് പല ഭീമൻ പ്രൊജക്ടുകൾക്കും സർക്കാരുകൾ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിലും പ്രോപ്പർ ഫണ്ടിംഗ് ഇല്ലാത്തതിന്റെ പേരിലും മതിയായ ഫോളോ അപ്പ് ഇല്ലാത്തതുകൊണ്ടും ഇതെല്ലാം നിലച്ചു പോവുകയാണ്. 2024 സെപ്റ്റംബർ മാസത്തിൽ സിംബാബ്വേയിൽ 200ഓളം ആനകളെ കള്ളിക്കിന് വിധേയമാക്കിയതും ഇതുപോലുള്ള ഒരു സാഹചര്യത്തിലാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുന്ന കാര്യം പരിഗണിക്കുക. തുടർന്നും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. Risking life and limb to graze on these seaweed pastures. They must press on. The crabs make a dash for it. Made it. Nah, apa mana kata